കല്ലിൻ്റെ മകളായി അലീന അധികാരമേൽക്കുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, മഴ തോരും മുമ്പേൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അലീനയെ ഓടിച്ചു വിടാനായിട്ട്, സ്റ്റാലിൻ്റെ അടുത്ത് നിന്ന് പറപ്പിക്കാനായിട്ട്, നാണക്കേടിൽ നിന്നും രക്ഷപ്പെട്ട് പോകാനായിട്ട് സ്റ്റാലിൻ്റെ അപ്പൻ കണ്ടെത്തുന്ന വഴി എന്ന് പറയുന്നത് അലീനയെ തറവാട്ടിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് വിവാഹം കഴിപ്പിച്ച് അയച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്തം തീരും, പിന്നെ നമുക്ക് ഒന്നും ആരോടും പറയേണ്ടി വരില്ല മോനെ എന്ന് സ്റ്റാലിൻ്റെ അപ്പൻ സ്റ്റാലിനോട് പറയുകയാണ്. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലി പറയുകയാണ്, എൻ്റെ മകൾക്ക് ഇനിയെങ്കിലും നീതി ലഭിക്കണം. അതുകൊണ്ട് തന്നെ ഒരു ശക്തിക്കും ഞാനിനി അവളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവൾ ഇനി ഈ സ്റ്റാൻലി ജോസഫിൻ്റെ മകളായി ഈ ഭൂമിയിൽ അറിയപ്പെടുമെന്ന് പറയുകയാണ്. 23 വർഷം അവൾ എന്നിൽ നിന്നും അകലെ ഒരനാഥയെപ്പോലെ ഒരനാഥ മന്ദിരത്തിൽ ഒറ്റപ്പെട്ട് നിരവധി സഹനങ്ങൾ സഹിച്ച് അങ്ങനെ അവൾ ജീവിച്ച് വളർന്നു വന്നു. ഇപ്പോൾ ഞാൻ അവളെക്കുറിച്ച് എല്ലാ സത്യവും എല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവൾക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ അവളെ ഞാനിനി തള്ളിക്കളയാൻ ഒരുക്കമല്ല അപ്പാ എന്ന് അവതക്കുട്ടിയോട് നമ്മുടെ സ്റ്റാൻലി പറയുമ്പോൾ, നീ വിചാരിക്കുന്നത് അവളെ നിൻ്റെ കൂടെ നിർത്തി സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെ കൊടുക്കാമെന്നാണോ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ ലാലിജ, അതൊരിക്കലും നടക്കുന്ന കാര്യമൊന്നുമല്ല. ഈ സമൂഹം അവളെ വീണ്ടും കരയിക്കും. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ വന്നെത്തും. അതിനെയെല്ലാം തരണം ചെയ്യാനായിട്ടുള്ള കഴിവും ശക്തിയും അവൾക്കോ നിനക്കോ ഉണ്ടോ? നീ ആരോട് മറുപടി പറയും എന്ന് ചോദിക്കുന്നു. ആവശ്യമില്ലാത്ത നീ ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒടുവിൽ നീ തന്നെ ഇതിൻ്റെ എല്ലാം ഭാരം ചുമക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ, അലീന എന്ന അവളുടെ ഭാരം ഞാൻ ചുമന്നുകൊള്ളാം. അതിനൊന്നും എനിക്ക് യാതൊരു പ്രശ്നമോ ഒരു പ്രോബ്ലമോ ഇല്ല എന്ന് പറയുന്നു. അപ്പച്ചൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, അലീനയെ തള്ളിക്കളയാൻ, അലീനയെ തള്ളിപ്പറയാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. എൻ്റെ പൊന്നു മോനെ, ഈ അപ്പം പറയുന്നതൊന്ന് കേൾക്കടാ എന്ന് പറയുമ്പോൾ അപ്പന് വേറെ ഏത് കാര്യം വേണമെങ്കിലും പറയാം, മകളെ ഉപേക്ഷിക്കുന്നത് മാത്രം നടക്കില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ എവിടെ നിൻ്റെ മകൾ എന്ന് ചോദിക്കുന്നു. അപ്പൻ കാണാൻ ആഗ്രഹിച്ച വ്യക്തി ഇപ്പോൾ തന്നെ അപ്പൻ്റെ മുൻപിലേക്ക് വരുന്നതായിരിക്കുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഒടുവിൽ അലീന അവതക്കുട്ടി കണ്ടുമുട്ടുന്നു, കൂടിക്കാഴ്ച സംഭവിക്കുന്നു. അവതക്കുട്ടി അലീനയുടെ രൂപം കണ്ടതും മുഖം കണ്ടതും അവതക്കുട്ടി അത്ര നേരം തുള്ളിക്കൊണ്ടിരുന്ന അലീനയെ പുറത്താക്കണമെന്ന് പറഞ്ഞിരുന്ന അവതക്കുട്ടി വായും പൊളിച്ച് നോക്കി നിൽക്കുന്നൊരു കാഴ്ച, ഞെട്ടി നിൽക്കുന്നൊരു കാഴ്ച കാണാൻ കഴിയും. ഇത് തന്നെയാണ് അപ്പച്ച ഞാൻ അപ്പനോട് പറഞ്ഞത്. അലീനയെ കണ്ടു കഴിഞ്ഞാൽ അപ്പച്ചൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ലഭിക്കും, അപ്പൻ്റെ എല്ലാ പ്രശ്നവും മാറുമെന്ന്. ഇപ്പോൾ അപ്പന് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എൻ്റെ മാറ്റത്തിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായോ എന്ന് സ്റ്റാൻലി നമ്മുടെ അവതക്കുട്ടിയോട് ചോദിക്കുമ്പോൾ അവതക്കുട്ടിയും കാര്യം മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. അതായത് തൻ്റെ മരിച്ചുപോയ ഭാര്യയുടെ അതേ രൂപസാദൃശ്യമാണ്, അതേ മുഖഛായയാണ് അലീനയ്ക്കെന്ന് തിരിച്ചറിയുന്ന അവതക്കുട്ടി അറിയാതെ ചിന്നമ്മ എന്ന് വിളിച്ചു പോവുകയാണ്.
തുടർന്ന് അലീനയോട് ചിന്നമ്മയെക്കുറിച്ചും ചിന്നമ്മയുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും അവതക്കുട്ടി തുറന്നു പറയുന്നുണ്ട്. അവതക്കുട്ടി പറയുന്നത് കൂടാതെ തന്നെ നീ ചിന്നമ്മയെപ്പോലെ തന്നെയാണ് എന്ന് കൂടി പറഞ്ഞ് വയ്ക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയം നമ്മുടെ അലീനയാണെങ്കിൽ നമ്മുടെ വല്യപ്പച്ചനായ അവതക്കുട്ടിയോട് കുട്ടിയച്ഛനോട് ചോദിക്കുകയാണ്, എന്നെ പുറത്താക്കാനായിട്ട് വന്നതല്ലേ ചൂട്ടും കത്തിച്ചുകൊണ്ട്, ഇപ്പോൾ എന്തു പറ്റി എന്നെ പുറത്താക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നു. അപ്പോഴാണെങ്കിൽ നമ്മുടെ അവതക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ അതിനൊന്നും വന്നതൊന്നും അല്ല, ഞാനിവിടെ വെറുതെ ചുമ്മാ ലാലിച്ചനെ ഒന്ന് പേടിപ്പിക്കാമെന്ന് കരുതി പറഞ്ഞുകൊണ്ടിരുന്നതാ. മോളത് വല്ലതും കേട്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കേട്ടു. അതിനെല്ലാം പുറമെ ഇവർ പറയായിരുന്നു എന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് പറപ്പിക്കാനാണ് വന്നിരിക്കുന്നതെന്ന്. അങ്ങനെയാണോ വല്യപ്പച്ച എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല മോളെ, അത് ഇവർ നിന്നെ പറ്റിക്കാനായിട്ട് പറയുന്നതാ. ഈ വല്യപ്പച്ചൻ നിന്നെ സ്നേഹം കൊണ്ട് മൂടാനായിട്ട് വന്നതാണ്. നിന്നെ ഓടിപ്പായിക്കാനോ ആട്ടി ഓടിക്കാനോ ഒന്നും തന്നെ വന്നതല്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയം അലീനയാണെങ്കിൽ വല്യപ്പച്ചനെയും കൊണ്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ കുക്ക് അവിടെ നിൽക്കുന്നുണ്ട്. കുക്കാണെങ്കിൽ ചായ എടുക്കാൻ പോകുമ്പോൾ വേണ്ട, എൻ്റെ വല്യപ്പച്ചന് ഞാൻ ചായ ഇട്ട് കൊടുത്തോളാമെന്ന് പറയുകയാണ്. ഒടുവിൽ അലീന തന്നെ വല്യപ്പച്ചന് ചായ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന്. ഇതേ സമയം ചായ കുടിച്ച വല്യപ്പച്ചനാണെങ്കിൽ എങ്ങനെയുണ്ടെന്നോ ചിന്നമ്മ വയ്ക്കുന്ന അതിനേക്കാൾ ഉഗ്രനായിട്ടുണ്ട് എന്ന് പറയുന്നൊരു കാഴ്ച. ഇവിടെ വന്ന് ഇത്രയും നാളായിട്ട് ഇത്രയും മനോഹരമായ ഒരു ചായ ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറയുന്നു. കൊള്ളാമെന്ന് പറയുന്നു. അത് അലീനയ്ക്ക് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് നമ്മുടെ സ്റ്റാലിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അലീന. അലീനയും നമ്മുടെ ഇവനും കുട്ടിയച്ഛനും കൂടി പോവുകയാണ്, അവതക്കുട്ടിയും കൂടി. തുടർന്ന് സ്റ്റാലിൻ്റെ കൈ പിടിച്ച് അലീനയെ ഏൽപ്പിച്ചിട്ട് പറയുന്നുണ്ട്, ഇനി ഞാനും നിൻ്റെ കൂടെയുണ്ട്. ഇനി ഒരു ശക്തിയെയും നമ്മൾ പേടിക്കേണ്ടതില്ല, ഭയക്കേണ്ടതില്ല. ഇവളെ ഒഴിവാക്കണ്ട, നീ നിൻ്റെ മകളായി അംഗീകരിച്ചോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ അലീന സ്റ്റാലിയാവുകയാണ്. സ്റ്റാലിൻ്റെ കൊട്ടാരത്തിൽ അലീന ഭരണം പിടിക്കാനായിട്ട് പോവുകയാണ്. ജോലിക്കാരൊക്കെ മോശമായി പെരുമാറുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്ന അലീന അവരെയും നേരെയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൂട്ടുകാരെ.